ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. മഷ്റൂമൊക്കെ വെച്ചിട്ടുള്ള നല്ല ക്രീമി മഷ്റൂം സൂപ്പാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1.5 സവാള ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞതാണ്. വലിയ സവാളയാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റായി കിട്ടേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക്. പൊടി ചേർത്താലും മതി. നമ്മളിത് അരച്ചെടുക്കുന്നതുകൊണ്ട് ക്രഷ് ചെയ്തത് ഇടുന്നതായിരിക്കും നമ്മൾ ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇടുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇതിലേക്ക് ഞാൻ 150 ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 10-12 കാഷ്യൂസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ കാഷ്യൂസും ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. നോർമലി നമ്മൾ സൂപ്പിൽ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഞാൻ ഈ കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ കാഷ്യൂസൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം നമ്മളൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഫൈനലി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടണം. ഇല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി. ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ആ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം നമുക്ക്. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പം ഞാൻ അതിനണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക.
അപ്പോൾ എനിക്ക് കുറച്ച് കുറവായി തോന്നിയോണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. കുക്കിംഗ് ക്രീം ആയാലും മതി, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനലി ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മഷ്റൂമിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. കടായിലേക്ക് ചേർക്കുന്നതിന് പകരം നമ്മൾ ഏത് ബൗളിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് റെസിപ്പിയാണിത്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.